പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യം മുതൽ ഇന്നും വന്നേക്കും തന്നെ. ആമീൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൽ ഏറെ സ്നേഹമുള്ള ശാലോമിൻ്റെ ലോകം മുഴുവനുള്ള എല്ലാ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, യുവതിവാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമേ നിങ്ങൾക്കെല്ലാവർക്കും നല്ല സ്നേഹവന്ദനം അറിയിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ തരുണത്തിൽ ദൈവത്തെക്കുറിച്ച് അറിയുവാനും ദൈവവചനം ധ്യാനിക്കുവാനുമുള്ള നല്ലൊരു അവസരം കൂടിയാണ്. നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. തന്നെ അനുഗമിച്ച് തൻ്റെ കൂടെ ഇരിക്കുന്ന ജനത്തിനോട് പറയുന്ന ഒരു കഥയാണ്, ഒരു വിരുന്നിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് താരതമ്യം ചെയ്യുന്നത് നല്ലതാണ്. ഒരേ കാര്യം തന്നെ 2 സുവിശേഷകർ അതിനെക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ചാണ്. നമുക്കിങ്ങനെ വായിക്കാം. യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശം. ഇപ്പോൾ സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്, വിരുന്നിനെക്കുറിച്ചും പറയുന്നത്. സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു വിരുന്ന് ഒരുക്കി. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ രാജ്യം. നമുക്കറിയാം, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രാജ്യം. അവിടെ ആരാണ് തലവൻ? ദൈവമാണ്. പിതാവാം ദൈവം തൻ്റെ പുത്രന് വേണ്ടി ഒരുക്കിയ ഒരു വിരുന്നിനെക്കുറിച്ചാണ് യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നത്? ഉപമകൾ വഴി നമ്മോട് പറയുന്നു. വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. നമുക്കറിയാം, നമുക്കെല്ലാം ഈ വിരുന്നിന് ക്ഷണം കിട്ടിയവരാണ്. ഭൗതികമായി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പലരെയും വിരുന്നിന് പലരും വിളിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് പോയി പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചെന്നുപെടാൻ, ചിലപ്പോൾ ആ വിരുന്നിൽ പങ്കെടുക്കാൻ നമുക്ക് അസാധ്യമായി പോയിട്ടുണ്ട്, സാധിച്ചിട്ടില്ല, വിട്ടുപോകാൻ സാധ്യത. അല്ലെങ്കിൽ നമുക്ക് വേറെ മറ്റ് പല തിരക്കുകളുണ്ടാകാം, നമ്മുടേതായ പല ആവശ്യങ്ങളുണ്ടാകാം. ഇതിൻ്റെ മധ്യത്തിൽ വിരുന്നിന് പോയി പങ്കെടുക്കാൻ നമുക്ക് സാധിക്കാതെ വന്നിട്ടുണ്ടായിരിക്കാം നമ്മുടെ പലരുടെയും ജീവിതത്തിൽ. ഇവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പുത്രൻ തമ്പുരാന് വേണ്ടി സ്വർഗരാജ്യം ഒരു വിരുന്ന് ഒരുക്കിയിരിക്കുക. ആ വിരുന്നിലേക്ക് എന്ത് ചെയ്തു? ആളെ അയക്കാൻ, ക്ഷണിക്കാൻ വേണ്ടി ആളെ അയച്ചു. അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. ഭൃത്യന്മാരും ദാസന്മാർ, ജോലിക്കാർ ചെന്ന് എന്ത് ചെയ്യുകയാണ്? ആളെ അയച്ച് വിരുന്നിന് വരാൻ വേണ്ടി വിളിച്ചു. പക്ഷേ പലരും വരാൻ വിസമ്മതിച്ചു. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചു. വീണ്ടും വേറെ കുറേ ദാസന്മാരെയും കൂടി അയച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു. എൻ്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. വിവാഹ വിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവാൻ. അപ്പോൾ ആ രാജാവ്, ആ വിരുന്നൊരുക്കിയ വ്യക്തി വീണ്ടും തൻ്റെ ദാസന്മാരെ, ഭൃത്യന്മാരെ പറഞ്ഞു വിട്ട് എന്ത് ചെയ്യാണ്? ഇതാ എൻ്റെ കാളകളെയെല്ലാം ഞാൻ ഒരുക്കി വിരുന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വന്ന് ഈ വിരുന്നിൽ സംബന്ധിക്കാൻ പറയുന്നു. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിന് പോയി കളഞ്ഞു. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രുദ്ധനായി ദേഷ്യപ്പെട്ടു. സൈന്യത്തെ അയച്ച് ആ കൊലപാതകളെ നശിപ്പിച്ചു കളഞ്ഞു. അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹ വിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിരുന്നുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടോ? എന്താണ് കർത്താവ് ഈ വിരുന്നിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? ആരാണ് വിരുന്ന് ഒരുക്കിയത്? ഏതാണ് വിരുന്നുശാല? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വിരുന്ന്? പുത്രന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. സ്വർഗരാജ്യം പുത്രന് വേണ്ടി ഒരു വിരുന്ന് ഒരുക്കിയ രാജാവിൻ്റെ സാദൃശ്യം, അല്ലെങ്കിൽ രാജാവ് ഒരുക്കിയ ഒരു വിരുന്നിനെക്കുറിച്ചാണ് യേശു ക്രിസ്തു പറയുന്നത്. പ്രിയമുള്ളവരെ, സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ, അല്ലെങ്കിൽ സുറിയാനി സഭ വിശ്വസിക്കുന്ന ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിരുന്ന് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. സ്വർഗരാജ്യം
തൻ്റെ പുത്രന് വേണ്ടി ഒരുക്കിയ ഒരു വിരുന്നാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് കൂദാശകളുടെ രാജ്ഞി എന്ന് നമ്മൾ വിശുദ്ധ കുർബാനയെ വിളിക്കാൻ തന്നെ കാരണം. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവം തൻ്റെ പുത്രന് വേണ്ടി ഈ ഭൂമിയിൽ ഒരുക്കുന്ന ഏറ്റവും വലിയ, ഏറ്റവും വിശുദ്ധമായ ഒരു വിരുന്നാണ് വിശുദ്ധ കുർബാന എന്ന് പറയും. ഈ കുർബാന നമുക്കറിയാം, നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് എത്ര ഭയഭക്തിയോട് കൂടിയിട്ടാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും അതിൽ നമ്മൾ പങ്കെടുക്കുന്നതും അതിൽ നമ്മൾ അനുഭവിക്കുന്നതും എത്രമാത്രം വിശുദ്ധിയോടും ഒരുക്കത്തോടും കൂടിയിട്ടാണ്. ഒരു തലമുറ അങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? വളരെ ഒരുക്കത്തോടെ ഭയഭക്തിയോടുകൂടെ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് ലഭിച്ച 6 ദിവസം ജോലി ചെയ്ത ശേഷം 7-ാം ദിവസം നന്നായി ഒരുങ്ങി പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജനതയായി, ഒരു ജനമായി തങ്ങളുടെ പിതാവ് തൻ്റെ പുത്രന് വേണ്ടി ഒരുക്കുന്ന വിരുന്നിൽ പങ്കെടുക്കുന്ന ഒരു ശീലം ആദ്യകാലം മുതൽക്കേ ഉണ്ടായിരുന്നു. അത് അപ്പോസ്തോലിക പ്രവൃത്തികൾ പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും. പിന്നീട് അപ്പോസ്തലന്മാരിലൂടെ പിതാക്കന്മാരിലൂടെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുക. ഇത് ഫോളോ ചെയ്യുന്ന അനേകം കുടുംബങ്ങൾ ഇന്നും ഈ ലോകത്തുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന് ഒരു കാരണം, ഞാൻ വിശുദ്ധ കുർബാനയെ, ഈ വിരുന്നിനെ എത്രമാത്രം സ്നേഹത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈ വിരുന്നിൽ പങ്കെടുക്കാൻ കിട്ടിയ അവസരത്തിൽ ഞാൻ എത്ര പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം അതിൽ പങ്കാളിയായി ദൈവത്തോടൊപ്പം ഇരുന്ന് വിരുന്ന് അനുഭവിച്ചിട്ടുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തണം നിങ്ങളുടെ ജീവിതത്തിൽ. ഇന്ന് പലപ്പോഴും ഈ വിരുന്ന് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതാണ് ഈ ഉപമകൾ കർത്താവ് ജനിച്ച് തൻ്റെ രക്ഷൻ്റെ പ്രവർത്തനം ആരംഭിച്ച കാലത്ത് പറഞ്ഞതാണ്. ഇത് വരാൻ പോകുന്ന സമയമാണ്. കാരണം കർത്താവ് പീഡിപ്പിക്കപ്പെടുകയും കുരിശുമരണം സ്വീകരിക്കുകയും തൻ്റെ പീഡാസഹനത്തിലൂടെ കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അവൻ തൻ്റെ അപ്പോസ്തലന്മാരെ വരമേൽപ്പിക്കാൻ പോകുന്ന വിശുദ്ധ കുർബാന, അന്ത്യത്യാഴ സമയത്ത് സെഹിയോൻ മാളികയിൽ അവൻ പറഞ്ഞ വചനങ്ങൾ, ഇതെൻ്റെ ശരീരമാണ്, ഞാൻ വരുന്നത് വരെ നിങ്ങളിത് എന്തു ചെയ്യണം? പങ്കുവെച്ച് അനുഭവിക്കണം. ഇത് പരിശുദ്ധ സഭ തിരഞ്ഞെടുത്ത പിതാക്കന്മാരുടെ അഭിഷിക്തരുടെ വീണ്ടും ഈ സഭ ഓർക്കുകയാണ് ഈ വിരുന്നിനെ. സ്വർഗരാജ്യം ഒരുക്കിയ ഈ വിരുന്നിന് പുത്രൻ തമ്പുരാന് വേണ്ടി അവൻ്റെ ജനനം മുതൽ മരണം വരെ, രണ്ടാമത്തെ വരവ് വരെ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ വിരുന്ന്. അപ്പോൾ ആ വിരുന്നൊരുക്കിയ രാജാവ് എന്ന് വെച്ചാൽ ദൈവം വിരുന്നൊരുക്കിയിട്ട് ആളെ അയച്ചു, ഭൃത്യന്മാരെ അയച്ചു. എന്ന് വെച്ചാൽ പരിശുദ്ധ സഭയിലൂടെ പുരോഹിതന്മാരാണല്ലോ സഭയുടെ ഭൃത്യന്മാരെന്ന് പറയും. ഞങ്ങൾ ശുശ്രൂഷകരാണ്. യേശു ക്രിസ്തു ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല വന്നത്, ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ സഭയിലെ ഓരോ ഭൃത്യന്മാർ, ദാസന്മാർ പുരോഹിതന്മാരാണ്, ശുശ്രൂഷകരാണവർ. വലിയ പൊലിപ്പും ഇതെല്ലാം നമ്മൾ കാണിച്ച് നടക്കുമ്പോൾ പുരോഹിതന്മാർ ശ്രദ്ധിക്കണം, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ഞാൻ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. അനേകർക്ക് സാക്ഷ്യം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ അനുഗമിക്കുന്ന ജനത്തെ അവരുടെ കാൽപാദം ചുംബിച്ചുകൊണ്ട് യേശുക്രിസ്തു എങ്ങനെയാണ് അപ്പോസ്തലന്മാരുടെ കാൽപാദം ചുംബിച്ച് തൻ്റെ രക്ഷൻ്റെ പ്രവർത്തനം ഈ ഭൂമിയിൽ പൂർത്തിയാക്കിയതെങ്കിൽ അതേ രക്ഷൻ്റെ പ്രവർത്തനം ഈ കാലഘട്ടത്തിൽ ഇന്നിൻ്റെ ഈ ദിവസം പൂർത്തിയാക്കാനുള്ളവനാണ് ഞാൻ, ഒരു പുരോഹിതൻ. ഇവിടെ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച എല്ലാ അഭിമാനങ്ങളും പുരസ്കാരങ്ങളും അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനങ്ങൾക്കെല്ലാം എതിര് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഞാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പിതാവാം ദൈവത്തിൻ്റെ ദൗത്യം, ഇഷ്ടം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഭൃത്യന്മാരായി, ശുശ്രൂഷകരായി, സേവകരായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്ന ഓരോ പുരോഹിതന്മാരുടെ ദൗത്യം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ്. എനിക്കതാണ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ ധർമ്മം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ്. ആ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ അനേകരെ യേശുക്രിസ്തുവിനോട് ചേർത്ത് പിടിക്കുവാൻ, അനേകരെ യേശുക്രിസ്തുവിനെ അടുപ്പിക്കുവാൻ, അനേകർക്ക് യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ കൊടുക്കുവാനുള്ളതാണ്
ഈ പൗരോഹിത്യ ശുശ്രൂഷ. അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ആ ജനം ആ ജീവിതം പിന്തുടരുമ്പോൾ ഇതാ ഈ ജനതയെ കണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം ജനതയെ, പുതിയ ഇസ്രായേലെന്ന് മുദ്രകുത്തപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ കണ്ട് ജനതകളായ മറ്റു ആളുകൾ നമ്മെ നോക്കി പറയണം, ഇതാണ് യഥാർത്ഥ ജീവിതം, ഈ ജീവിതമാണ് ക്രൈസ്തവ ജീവിതമാണ് യഥാർത്ഥ ജീവിതം, ദൈവത്തെ അറിഞ്ഞുള്ള ജീവിതം എന്ന് നമ്മുടെ ജീവിതം കണ്ട് പഠിക്കേണ്ടതല്ല പ്രിയമുള്ളവരെ. ഇന്ന് നമ്മുടെ ജീവിതം കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതം കണ്ട് നമ്മുടെ മക്കൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ കുടുംബയോഗങ്ങൾ കൂടുമ്പോൾ, നമ്മുടെ ഭവനത്തിൽ എന്തെങ്കിലുമൊക്കെ വിരുന്നുകൾ നടക്കുമ്പോൾ, നമ്മുടെ ഭവനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന പല ഫംഗ്ഷനുകളിലും നമ്മൾ എന്താണ് പ്രിയമുള്ളവരെ കാണിച്ചു കൊടുക്കുന്നത്? വിരുന്നൊരുക്കിയത് ദൈവമാണെങ്കിൽ, അത് പുത്രൻ തമ്പുരാന് വേണ്ടിയിട്ടാണെങ്കിൽ, അതിൽ പങ്കാളിയാകാൻ വേണ്ടിയിട്ടാണ് എന്നെ ഈ ഭൂമിയിൽ ദൈവം ജനിപ്പിച്ചതെന്ന ബോധ്യം നമുക്കുണ്ടോ? ക്രൈസ്തവനുണ്ടോ? വിരുന്നൊരുക്കുക എന്ന് പറഞ്ഞാൽ സഭ ഒരുക്കിയിരിക്കുന്ന വിരുന്ന് വിശുദ്ധ കുർബാനയാണ്. ആ വിശുദ്ധ കുർബാനയിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി ഭൃത്യന്മാരെ അയച്ചപ്പോൾ ആദ്യം വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ട് വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. ചില ആളുകൾ അങ്ങനെയല്ല പ്രിയമുള്ളവരെ. ഞായറാഴ്ച ദിവസം പള്ളിയിൽ വരണം, വിരുന്നിന് വരണം, കുർബാനയിൽ സംബന്ധിക്കണം, നിങ്ങൾ മറ്റു പരിപാടികൾ ചെയ്യരുത് എന്ന് ഭൃത്യന്മാർ, സേവകന്മാർ, പുരോഹിതന്മാർ, അഭിഷിക്തന്മാർ നിങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ നിങ്ങൾ എന്താ ഉത്തരം പറയുന്നത്? വരാൻ അവർ എത്രയോ ദൈവജനം കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാനയിൽ എന്ന് വെച്ചാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ വിരുന്നിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിട്ടും വരാൻ വിസമ്മതിക്കുന്ന ഒരു കൂട്ടം ക്രൈസ്തവ സമൂഹങ്ങളാണ് പ്രിയമുള്ളവരെ ഇന്ന് ഈ സഭ, ഈ ക്രൈസ്തവ സഭ സമൂഹത്തിൽ അവഹേളിക്കപ്പെടാൻ കാരണമായി തീരുന്നത്. ദൈവമൊരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാൻ മനസ്സില്ലാതെ വരാൻ സമ്മതിക്കാതെ വിസമ്മതിക്കുന്ന ഒരു കൂട്ടം ക്രൈസ്തവ സമൂഹങ്ങളാണ് ഈ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നിൻ്റെ ശാപമെന്ന് പറയുന്നത്. അവിടെ ഒരു കൂട്ടം ആളുകൾ അവർ വിസമ്മതിച്ചു. അപ്പോൾ അവൻ വേറെ ഭൃത്യന്മാരെ പറഞ്ഞു വിട്ടു. ഇച്ചിരി കൂടി ഗ്രേഡ് കൂടിയ ആളുകളാണെന്ന് നമുക്കറിയാം, മേൽപ്പട്ടക്കാർ. അവരെ പറഞ്ഞു വിട്ടു. ഭദ്രാസന തലങ്ങളിൽ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഭദ്രാസന തലങ്ങളിൽ ചില പ്രത്യേകമായ ക്രമീകരണങ്ങൾ, എല്ലാ ആളുകളും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം, ഈ വിരുന്ന് എല്ലാവർക്കും ഉള്ളതാണ്, ആരും മാറി നിൽക്കരുത് എന്ന് പറഞ്ഞ് സർക്കുലറുകളും കൽപ്പനകളും എല്ലാം വിടുവിച്ചു. ശാബത്ത് വിശുദ്ധമായി ആചരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിങ്ങളാരും മാറി നിൽക്കരുത്, എല്ലാവരും ഇതിൽ വന്ന് പങ്കെടുക്കണം എന്ന് നമുക്ക് മറ്റ് വേറെ ഭൃത്യന്മാരിലൂടെ, അത് ചിലപ്പോൾ സുവിശേഷകരായിരിക്കാം, ദൈവവചനം പങ്കുവയ്ക്കുന്നവരായിരിക്കാം, ആത്മീയമായി നിങ്ങളോട് പങ്കുവയ്ക്കുന്ന നല്ല കൗൺസിലേഴ്സ് ആയിരിക്കാം, സ്പിരിച്വൽ ഷെയറിങ് നടത്തുന്ന വ്യക്തികളായിരിക്കാം. മറ്റു ഭൃത്യന്മാരെ അവൻ പറഞ്ഞു വിട്ടു. അയച്ചുകൊണ്ട് ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു, എൻ്റെ കാളകളെല്ലാം ഞാൻ കൊന്ന് തയ്യാറായിട്ടുണ്ട്, നിങ്ങൾ വരുവിനെന്ന് പറഞ്ഞപ്പോൾ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരു വ്യാപാരത്തിനും പോയി കളഞ്ഞു. ഇത്രയും വലിയ വിരുന്നൊരുക്കി നിങ്ങളെ ക്ഷണിച്ചപ്പോൾ അത് വകവയ്ക്കാതെ, നന്നായി മനസ്സിലാക്കണം, ആ വിരുന്നിന് വകവയ്ക്കാതെ ഒരുവൻ വ്യാപാരത്തിനും ഒരുവൻ വയലിലേക്കും പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിന് കട തുറക്കാനും ബിസിനസ് നടത്താനും മറ്റ് ജോലി സംബന്ധമായ കാര്യത്തിനും എൻ്റെ വ്യക്തിപരമായ കാര്യത്തിനും ആ ക്ഷണിക്കപ്പെട്ടവർ, നമ്മളാ ക്ഷണിക്കപ്പെട്ടവർ, നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന വിരുന്നാണിത് പ്രിയമുള്ളവരെ. സ്വർഗരാജ്യം പുത്രൻ തമ്പുരാന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടവർ ഞാനും നിങ്ങളുമാണ്. നമ്മൾ എവിടെയാണ് പ്രിയമുള്ളവരെ ഈ ക്ഷണിക്കപ്പെട്ട ഈ വിരുന്നിന് വക വെച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? വകവയ്ക്കാതെ പോയവരല്ലേ പലരും. വകവയ്ക്കാതെ ഇതിനെ തിരസ്കരിച്ച വ്യക്തികളല്ലേ പലരും. അതിലെല്ലാവരും പെടുന്നില്ലേ? വിശുദ്ധ കുർബാന നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ താഴെ ഇരിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ സഭയിലുണ്ട് പറയും. അത് മുകളിൽ തൊട്ട് താഴെ വരെ എല്ലാവരും ഉണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കേണ്ടതായ പ്രാധാന്യം കൊടുക്കാതെ
നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ വേദനയുണ്ട് പ്രിയമുള്ളവർ. യേശുക്രിസ്തു ഇറങ്ങി വരികയാണ്. വിശുദ്ധ കുർബാനയിൽ തൻ്റെ ജനത്തെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ വിരുന്നിൽ പങ്കെടുക്കുന്നവർക്ക് തൻ്റെ ശരീരവും രക്തവും വിഭജിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന ശ്രേഷ്ഠമായ വിശുദ്ധമായ വിരുന്നിൽ നമ്മൾ വകവയ്ക്കുന്നുണ്ട് ജീവിതത്തിൽ. ഇവിടെ കുറേ പേര് പോയി, വ്യാപാരത്തിനും പോയി, വയലിനും പോയി. നമ്മളും പോകുന്നില്ലേ? നമ്മൾ കല്യാണത്തിന് പോകുന്നില്ലേ? നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നില്ലേ? ചുമ്മാ ഇരിക്കുന്നില്ല പ്രിയമുള്ളവരെ, പള്ളി പോകാതെ ചുമ്മാ മൊബൈലും കുത്തിവെച്ച് സീരിയലും കണ്ട് ടി വിയും കണ്ടിരിക്കുന്ന നമ്മുടെ എത്ര ക്രൈസ്തവ സമൂഹങ്ങൾ. എന്തിനിത് കേൾക്കുന്ന പലരും അങ്ങനെ ഉണ്ടായിരുന്നിട്ടില്ലേ? ഇപ്പോഴും ഇല്ലേ? അതുപോലെ ഞായറാഴ്ച ഒന്ന് ഒഴിവായി കിട്ടാൻ പള്ളി പോകാതിരിക്കാൻ നോക്കുന്ന, മാക്സിമം പരിശ്രമിക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾ. നമ്മുടെ അതേ രീതി വർഷങ്ങൾക്ക് മുമ്പ്, ഒന്നും രണ്ടും അല്ല, എത്രയോ 2000 വർഷങ്ങൾ മുമ്പ് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ഇത് സംഭവിക്കും. ഈ വിരുന്നിനെ നിരസിക്കുന്ന, വകവയ്ക്കാത്ത ഒരു കൂട്ടം ആളുകളുണ്ടാവും. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അങ്ങനെ വകവയ്ക്കാതെ പോയി മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. വേറെ കുറേ പേര് അങ്ങനെയാണ്, അവരെ അപമാനിക്കുക. പള്ളി പോകണമെന്ന് പറയുമ്പോൾ ചില ആളുകളില്ലേ, ചില കുടുംബങ്ങൾ ഞായറാഴ്ച ദിവസം രാവിലെ ഒരുങ്ങി പള്ളി പോയി എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ വൈകിട്ട് തിരിച്ചു വരുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ഇത് കാണുന്ന ക്രൈസ്തവ കുടുംബങ്ങൾ തന്നെ പലരും പറയാണ്, ഓ ഇതുകൊണ്ടാണ് ഞാൻ വരാത്തത്, രാവിലെ വന്ന വൈകിട്ട് വരെ എന്നാ പരിപാടി അവിടെ, ചുമ്മാ നീയൊക്കെ നിനക്ക് വേറെ പണിയൊന്നുമില്ലടാവേ. അല്ലേ, നമ്മൾ അവരെ പള്ളിയിലേക്ക് വരാൻ പറയുമ്പോൾ, ഈ വിരുന്നിൽ നീ സംബന്ധിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന സംസാര ഭാഷ്യങ്ങളല്ലേ അത്. ഇങ്ങനെയൊന്നും പോയിട്ട് ഒരു കാര്യമില്ല. പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം? കൊറോണ വന്നു, പള്ളിയിൽ പോയില്ലല്ലോ, വീട്ടിലിരുന്നില്ലേ 2 വർഷത്തോളം, മാസങ്ങളോളം വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നെല്ലാം വിമർശിക്കുന്ന, പരിഹസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇതാ ഭൃത്യന്മാരെ അവർ ഇൻസൾട്ട് ചെയ്തു, അവരെ പറയുകയാണ്, അപമാനിച്ചു, ചിലരെ വധിച്ചു. മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് വധിക്കപ്പെടുക. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ശുശ്രൂഷകരെ ദൈവവചനം പറയുവാനും ദൈവവചനത്തെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനും ഇറങ്ങിത്തിരിക്കുന്ന ഒരു കൂട്ടം വിശ്വാസി സമൂഹത്തെ അവഹേളിക്കുകയും പരിഹസിക്കുകയും വധിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ സമൂഹങ്ങൾ നമ്മുടെ ചുറ്റുപാടും. അത് ഇന്ന് ഏറി വരികയാണ് സോഷ്യൽ മീഡിയ വഴി. ഒരുവൻ നന്മ ചെയ്താൽ, ഒരുവൻ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, ചെയ്താൽ അവനെ എല്ലാ രീതിയിലും മോശക്കാരനാക്കി ചിത്രീകരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയാണ് പ്രിയമുള്ളവർ. ചെയ്യാനുള്ള ആ തീക്ഷ്ണത പോലും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കൂട്ടം വിഭാഗങ്ങളുടെ മധ്യത്തിൽ ഈ വിരുന്ന് എങ്ങനെ നമുക്ക് അനുഗ്രഹമായിട്ട് മാറും? ഈ വിരുന്നിൽ എങ്ങനെ താല്പര്യത്തോടെ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കും? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് മനസ്സിലാക്കി ഈ വിരുന്നിൽ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലാണോ ഇന്നത്തെ നമ്മുടെ പോക്ക്? വിശുദ്ധ കുർബാന ഏതെല്ലാം രീതിയിൽ തരം താഴ്ത്താൻ സാധിക്കുമോ, മാറ്റി നിർത്താൻ സാധിക്കുമോ, മറ്റു പലതിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിരുന്നല്ലേ പലപ്പോഴും നമ്മുടെ ഇടവക പള്ളികൾ നമ്മൾ ക്രമീകരിക്കുന്നത്. നമുക്കൊരു പെരുന്നാളിന് ഏറ്റവും വലിയ വിരുന്ന് വിശുദ്ധ കുർബാനയാണ്. നിങ്ങളൊരു പെരുന്നാൾ നോട്ടീസ് അടിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് വിശുദ്ധ കുർബാനയല്ലേ പ്രിയമുള്ളവരെ? ഇത്ര മണിക്ക് നമസ്കാരം, ഇത്ര മണിക്ക് വിശുദ്ധ കുർബാന, ഇന്ന മെത്രാപ്പോലിത്ത ഇന്ന വ്യക്തിയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന വിശുദ്ധ കുർബാനയാണ് ആ വിരുന്നാണെങ്കിൽ, ആ പെരുന്നാളിൽ വിരുന്നിനാണോ പ്രാധാന്യം, മറ്റ് പലതിനാണോ പ്രിയമുള്ളവർ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നൊരു സമൂഹമായി അറിഞ്ഞോ അറിയാതെ നമ്മൾ പെട്ടുപോയിട്ടുണ്ട്. ഒരു പെരുന്നാളിന് ഏറ്റവും ശ്രേഷ്ഠമായി കരുതേണ്ടത് വിശുദ്ധ കുർബാനയാണെങ്കിൽ അതിനുള്ള ഒരുക്കം ആ ഇടവക നടത്തുന്നുണ്ടോ? ആ വിരുന്നിന് നടത്താൻ തക്ക രീതിയിൽ ശരീരവും ആത്മാവും നമ്മുടെ മനസ്സും വിശുദ്ധീകരിക്കപ്പെട്ട ഒരു സമൂഹമായി, ഒരു ജനതയായി, ഒരു ഇടവകയായിട്ടാണോ നമ്മൾ വിശുദ്ധ പെരുന്നാൾ കൊണ്ടാടുന്നത്? അത് പരിശുദ്ധൻ്റെ ആയിക്കോട്ടെ, ശുദ്ധിമതികളുടെ ആയിക്കോട്ടെ, ആരുടെ ആയിക്കോട്ടെ, പള്ളി സ്ഥാപിച്ച ദിവസമായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇവിടെ അവർ പലരെയും അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു.
ഇത് ചെയ്തപ്പോൾ രാജാവ് കോപിച്ചു. ക്രുദ്ധനായി കോപിച്ചു എന്ന് പറഞ്ഞു. രാജാവ് എന്ന് പറഞ്ഞാൽ ദൈവമാണ്. ദൈവം കോപിച്ച് സൈന്യത്തെ അയച്ച് ആ കൊലപാതകളെ നശിപ്പിച്ചു. എന്ന് വെച്ചാൽ വിരുന്നിന് വേണ്ടി ഒരുക്കപ്പെട്ട് ആ വിരുന്നിന് ക്ഷണിക്കുവാൻ വേണ്ടി വിട്ട ഭൃത്യന്മാരെ, സേവകരെ അപമാനിക്കുകയും കൊല്ലുകയും ചെയ്ത ഒരു കൂട്ടം ആളുകൾക്കെതിരെ രാജാവ് കോപിച്ച് സൈന്യങ്ങൾ അയച്ച് അവരെ നശിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നശിപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ, നഷ്ടപ്പെട്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ, എന്നോ എവിടെയോ ദൈവം ഒരുക്കിയ വിരുന്നിനെതിരെ നീ ചെയ്തു പോയ പല പാപങ്ങളും പല തിന്മകളുടെ സ്വാധീനവും ഇന്നു നിന്നെ വേട്ടയാടുന്നുണ്ട്. ഒരു വിശുദ്ധ കുർബാന നടക്കുന്ന സ്ഥലത്ത് നീ എത്രമാത്രം ആ വിശുദ്ധ കുർബാനയെ അവഹേളിച്ചിട്ടുണ്ട്. ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരെ തിരിച്ചുവിടുകയും അല്ലെങ്കിൽ പങ്കെടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ? പശ്ചാത്തപിക്കുന്നത് നല്ലതാണ്. ദൈവകോപം നമ്മിൽ നിന്നും വിട്ടുപോകാൻ ഏറെ സാധ്യതയുണ്ട് നീ അനുതപിച്ചാൽ. അല്ലെങ്കിൽ രാജാവിൻ്റെ കോപം അവൻ സൈന്യങ്ങളെ അയച്ച് നമ്മളെ നശിപ്പിച്ചു കളയും. പിന്നെ അവൻ അനേകം ആളുകളെ കണ്ടെത്താൻ ഭൃത്യന്മാരോട് പറഞ്ഞു. അവർ ചെന്ന് വഴിക്കവലകളിലും കണ്ടെത്തുന്നവരെല്ലാവരെയും ആ ഭൃത്യന്മാർ, അതിൽ ദുഷ്ടന്മാരുണ്ട് ശിഷ്ടന്മാരുണ്ട്, എല്ലാവരും വിരുന്നുശാലയിലേക്ക് നിറച്ചു. ക്ഷണിക്കപ്പെട്ടവർ ഞാനാണ്, എന്നെയാണ് ദൈവം ക്ഷണിച്ചത്. ക്ഷണിക്കപ്പെട്ടവർ മാറി നിന്നപ്പോൾ ഇന്ന് ഇതാ ദുഷ്ടന്മാരും ശിഷ്ടന്മാരും ക്ഷണിക്കപ്പെടാത്തവർ പോലും എന്തു ചെയ്യുകയാണ്? ഇപ്പോൾ ഈ വിരുന്നിൽ പങ്കാളികളാകേണ്ടി വന്നു. ആ അതിഥികളെ കൊണ്ട് ആ വിരുന്നിൽ ദൈവം നിറച്ചു. അതിന് കാരണം ഞാനല്ലേ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചതായ ഇത്രയും വലിയ ഒരു സ്വാതന്ത്ര്യം, എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രിവിലേജാണ് ഈ വിരുന്നിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതിന് ദൈവം എന്നെയാണ് വിളിച്ചത്. ആ വിരുന്നിൽ പങ്കാളിയാകാൻ ക്ഷണിക്കപ്പെട്ട ക്രൈസ്തവ സമൂഹമേ, നീ ക്ഷണിക്കപ്പെട്ടവരിൽ നിന്നും പിന്മാറിപ്പോയപ്പോൾ നിനക്ക് ലഭിച്ച ക്ഷണക്കത്ത്, ക്രിസ്ത്യാനിയായി നിന്നെ ക്ഷണിച്ച് മാമോദീസാലോട് നിനക്ക് ലഭിച്ച ക്ഷണക്കത്ത് നീ അവഹേളിച്ച് നിന്ദിച്ച് പരിഹസിച്ച് മാറി നിന്നപ്പോൾ ഇതാ വിരുന്നിലേക്ക് മറ്റു പലരെയും കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് വന്നു. നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്ന ഏറ്റവും വലിയ ഒരു ജീവിതം എന്ന് പറയുന്നത് അവൻ്റെ ജീവൻ തന്നെയാണ്. തൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ കാണിച്ചു തന്ന അവൻ്റെ ജീവിതം തന്നെയാണ്. ആ ജീവിതത്തിലൂടെ നേടിയെടുത്തതാണ് പ്രിയമുള്ളവരെ ഈ ക്രൈസ്തവ സഭ. എന്തും ഈ യേശു എന്ന നാമത്തിൻ്റെ ശക്തിയാൽ മാത്രം പടുത്തുയർത്തിയ സഭയാണ് ക്രൈസ്തവ സഭ. ആ നാമത്തിന് വേണ്ടി ഇന്ന് നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ട്. ആ നാമത്തിന് വേണ്ടി എൻ്റെ ജീവിതം എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ആ നാമം ഈ ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടല്ലേ പിതാവാം ദൈവം ഈ വിരുന്ന് ഒരുക്കുന്നത്? ഓരോ ദിവസവും ഓരോ ആഴ്ചകളിലും ഈ വിരുന്നൊരുക്കുമ്പോൾ എൻ്റെ സാന്നിധ്യം, എൻ്റെ മനോഭാവം, എൻ്റെ ചിന്താഗതി ഈ വിരുന്നിനോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു ക്ഷണം ഈ വിരുന്നിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അതിൽ ക്ഷണിക്കപ്പെട്ടത് ഞാനാണ്, എന്നെയാണ് ദൈവം ക്ഷണിച്ചിരിക്കുന്നതെങ്കിൽ ആ ക്ഷണക്കത്ത് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള അവസരം നിങ്ങൾ പാഴാക്കല്ലേ പ്രിയമുള്ളവർ. മറ്റു പല കാരണങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഈ വിരുന്നിൽ നിന്ന് മാറി നിൽക്കല്ലേ. ഇനി ഒരു അവസരം നമുക്കുണ്ടാകുകയില്ല. നിങ്ങൾ അതിനെ വെറുക്കുകയും അതിനെ തള്ളിപ്പറയുകയും അതിനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ ഈ വിരുന്നിൽ നിന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ക്ഷണിക്കപ്പെട്ടവർ മാറുമ്പോൾ ഇതാ ഈ സേവകർ, യേശുക്രിസ്തുവിൻ്റെ ഭൃത്യന്മാർ മറ്റു പലരെയും ഇതിൽ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരികയാണ്. തിരിച്ചറിയുക, ഞാൻ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന തിരിച്ചറിവ് ഓരോ ക്രൈസ്തവ കുടുംബത്തിനും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകട്ടെ. അതുകൊണ്ട് ദൈവം ഒരുക്കിയ വിരുന്നിൽ പങ്കാളിയാകാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന അവസരം ഞാൻ ഇനി മുതൽ അത് യൂട്ടിലൈസ് ചെയ്യുമെന്ന് തീരുമാനം നമുക്കെടുക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു അവസരം,
ഇനിയൊരു വിരുന്ന് എന്ന് നടന്നാലും ആ വിരുന്നിൽ എന്നെയാണ് ദൈവം ക്ഷണിച്ചത്, അതുകൊണ്ട് ഞാൻ അതിൽ പോയി പങ്കാളിയാകും എന്ന തീരുമാനമെടുക്കുവാൻ ഇന്ന് ഈ ദിവസം നമുക്ക് സാധിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ദൈവം ഒരുക്കിയ വിരുന്നിൽ നിന്നും ഞാൻ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി ഈ വിരുന്നിനെ ഞാൻ സ്വീകരിക്കാതെ, ഞാൻ ബഹുമാനിക്കാതെ, ആദരവില്ലാതെ നിന്ദിക്കുകയും പരിഹസിക്കുകയും മാറി നിൽക്കുകയും എൻ്റെ ഇഷ്ടമനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ തൃപ്പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ അപേക്ഷിക്കുന്നു, ഞാൻ പശ്ചാത്തപിക്കുന്നു. ഇനിയൊരു വിരുന്നുണ്ടെങ്കിൽ ആ വിരുന്നിൽ ഞാൻ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പങ്കാളിയാകുന്ന വ്യക്തിയായിട്ട് മാറും. അതിന് പരിശുദ്ധാത്മാവേ എനിക്ക് ശക്തി നൽകണമേ, എന്നെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാമായത് പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെ പ്രാർത്ഥനകളാൽ തന്നെ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസും നാം എല്ലാവരുടെ മേലെന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.